നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിൽ നിന്ന് കരാർ കമ്പനി പിൻവാങ്ങി. ചേർപ്പ് പടിഞ്ഞാറെ പെരുമ്പിളിശ്ശേരി രാമപുരം ശ്രീരാം മഹാവിഷ്ണു ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം 22, 23, 24 തീയതികളിൽ ആഘോഷിക്കും. പാലപ്പിള്ളി കൊണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. പെരിഞ്ചേരി തിരുഹൃദയം തീർത്ഥാടന കേന്ദ്രത്തിലെ ചെറുശ്ശേരി കപ്പോളയിലെ പരിശുദ്ധ കന്യകാ മാതാവിന്റെ വണക്കമാസ തിരുനാളിന് കൊടിയേറി. 19-ാം തീയതിയാണ് തിരുനാൾ. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിൽ നിന്ന് കരാർ കമ്പനി പിൻവാങ്ങി. തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് ചീഫ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ കരാർ കമ്പനിയായ ഫരീദാബാദിലെ ഗവർ എറ്റ്കോൺ കമ്പനി MD ഇക്കാര്യം അറിയിച്ചു. 2023 സെപ്റ്റംബറിൽ പണി പൂർത്തിയാക്കണമെന്നായിരുന്നു കരാറിലുണ്ടായിരുന്നത്. ജർമ്മൻ ബാങ്കിന്റെ സഹായത്തോടെ 203 കോടി രൂപ ചെലവിൽ റോഡ് നവീകരണം തുടങ്ങിയത്. 2024 ഒക്ടോബറിന് ശേഷം വരുന്ന ബില്ലുകൾക്ക് പണം നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് അറിയിച്ചതോടെയാണ് കരാർ കമ്പനി ഒഴിയാൻ തീരുമാനിച്ചതെന്ന് പറയുന്നു. കോൺക്രീറ്റിന് പകരം റോഡ് മെക്കാഡം ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും കരാർ ഏറ്റെടുക്കാൻ കമ്പനി തയ്യാറായില്ല. യാത്രക്കാരും റോഡിനോട് ചേർന്ന കച്ചവടക്കാരും കുടുംബാംഗങ്ങളും 2 കൊല്ലത്തെ കൊടിയ യാതനകൾ അനുഭവിച്ചതിന് പുറമെ പണികൾ പാതി വഴിയിലായ ഭാഗങ്ങളിൽ ദുരിതം തുടരും. 34.35 കിലോമീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്യാമെന്നായിരുന്നു പദ്ധതി. എന്നാൽ വെറും 13 കിലോമീറ്റർ ഭാഗം മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യാനായത്. പാലം, കലുങ്ക്, കാന, കട്ടവിരി എന്നിവയും പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. കോൺക്രീറ്റിന് പകരം റോഡ് മെക്കാഡം ചെയ്യാൻ സർക്കാരിന്റെ തീരുമാനമുണ്ടെങ്കിലും നടപടികൾ അനുസരിച്ച് പണികൾ തുടങ്ങാൻ ഇനിയും നാളുകൾ പിടിക്കും. പാലക്കലിൽ 200 മീറ്ററോളം ഒരു ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്ത് മറുഭാഗം കൂടി ചെയ്യുമെന്ന് കരാർ കമ്പനി ഉറപ്പ് നൽകിയതായി പറയുന്നു. ചേർപ്പ് പടിഞ്ഞാറെ പെരുമ്പിളിശ്ശേരി രാമപുരം ശ്രീരാമ മഹാവിഷ്ണു ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം 22, 23, 24 തീയതികളിൽ ആഘോഷിക്കും. 22-ന് വൈകിട്ട് 5:30 എണ്ണ സമർപ്പണം ആവണേങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ നിർവഹിക്കും. രാത്രി 7:30 നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി. 23-ന് രാത്രി 7:30 പഴുവിൽ ഗോപിനാഥ് അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. പ്രതിഷ്ഠാ ദിനമായ 24-ന് രാവിലെ 6 മുതൽ വിശേഷാൽ പൂജകൾ. കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരി നേതൃത്വം നൽകും. ജാതി മതഭേദമന്യേ 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഉണ്ണിയൂട്ട് നടത്തും. ക്ഷേത്രം തന്ത്രി കാൽ കഴുകിച്ച് കുട്ടികൾക്ക് ഊട്ട് നൽകുന്നതാണ് സവിശേഷത. 11:30 മുതൽ ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ടും ക്ഷേത്രത്തിൽ നടക്കും. ക്ഷേത്ര സംരക്ഷണ സമിതി ട്രസ്റ്റ് പ്രസിഡന്റ് കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട്, സെക്രട്ടറി P. കൃഷ്ണനുണ്ണി, അംഗങ്ങളായ P. ശങ്കരനാരായണൻ, P. ബാബു, പഞ്ചായത്ത് അംഗം പ്രിയലത പ്രസാദ്, N. രജനി എന്നിവരാണ് ഇതറിയിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് തുടങ്ങാൻ ഉദ്ദേശിച്ച ഒരു പരിപാടിയാണ്. വേറെ ഒന്നുമല്ല, എല്ലാ കുട്ടികളെയും ജാതി വ്യത്യാസമില്ലാതെ കുട്ടികളായിട്ടുള്ള ആൾക്കാരെ, പെൺകുട്ടികളെ ആൺകുട്ടികളെ എല്ലാവരെയും കാല് കഴുകിച്ചു കൂട്ടുക. കാല് കഴിച്ചു കൂട്ട് സാധാരണ ബ്രാഹ്മണരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ, അങ്ങനെ സംഭവമുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ അത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ എല്ലാ കുട്ടികളെയും, കുട്ടികളായാൽ മതി, അവരെ ഇവിടുത്തെ ക്ഷേത്രം തന്ത്രി തന്നെ കാല് കഴിച്ച് അവരെ പൂജിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് സന്തോഷിപ്പിക്കുക എന്നുള്ളൊരു ഐറ്റം നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് തുടങ്ങാൻ പോവുകയാണ്. അത് ചില വായനകൾ, ഭാഗവത വായനകളിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ ഒരു നല്ലൊരു ഇതായിട്ട് തോന്നിയതുകൊണ്ട് അതാണ് ഉണ്ണിയൂട്ട് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. പാലപ്പിള്ളി കുണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പട്രോളിങ്ങിനിറങ്ങിയ വനപാലകരാണ് റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടത്.
വനപാലകരുടെ വാഹനത്തിന്റെ ശബ്ദം കേട്ടിട്ടും പുലി ഓടിപ്പോകാതെ പതുക്കെ നടക്കുന്ന രീതിയിലായിരുന്നു. ടോർച്ച് വെളിച്ചത്തിൽ വനപാലകരാണ് പുലിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത്. 2 ആഴ്ച മുൻപ് ഈ പരിസരത്ത് റോഡ് മുറിച്ചു കടന്ന് തോട്ടത്തിലൂടെ പായുന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു. ഒരാഴ്ചക്കിടെ പാലപ്പിള്ളി മേഖലയിൽ പുലിയിറങ്ങി 3 പശുക്കുട്ടികളെയും 1 മാനിനെയും ആക്രമിച്ചു കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവായതോടെ വനപാലകർ കഴിഞ്ഞ ദിവസം തോട്ടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ശേഷം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാനാണ് വനപാലകരുടെ തീരുമാനം. ഇതിനിടെയാണ് ജനവാസ മേഖലയിൽ വീണ്ടും പുലിയെ കണ്ടത്. കാർ യാത്രക്കാർ കണ്ട പുലിയല്ല ഇന്നലെ വനപാലകരുടെ മുന്നിൽ പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. ഇത്തവണ കണ്ട പുലി വലിപ്പമുള്ളതാണെന്നാണ് പറയുന്നത്. പ്രദേശത്ത് കൂടുതൽ പുലികളുണ്ടെന്ന് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. എത്രയും വേഗം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെരിഞ്ചേരി തിരുഹൃദയം തീർത്ഥാടന കേന്ദ്രത്തിലെ ചെറുശ്ശേരി കപ്പേളയിലെ പരിശുദ്ധ കന്യകാമാതാവിന്റെ വണക്കമാസ തിരുനാളിന് കൊടിയേറി. 19-ാം തീയതി ഞായറാഴ്ചയാണ് തിരുനാൾ. തിരുനാൾ കുടിയേറ്റത്തിന് ഫാദർ പോൾ താണിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കടന്നലിന്റെ കുത്തേറ്റ് +2 വിദ്യാർത്ഥി മരിച്ചു. തളിക്കുളം ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡന്റ് മിനി മുരളീധരന്റെയും തമ്പാൻകടവ് മാനങ്ങത്ത് മുരളീധരന്റെയും മകൻ അനന്തു കൃഷ്ണനാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കുടുംബം അന്തിക്കാട്ട് മാങ്ങാട്ടുകരയിലെ വാടക വീട്ടിലാണ് താമസം. വ്യാഴാഴ്ച വൈകിട്ട് വീടിന് മുകളിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കാൻ കയറിയപ്പോഴാണ് കടന്നലിന്റെ ആക്രമണമുണ്ടായത്. കുത്തേറ്റ് അലർജി ഉണ്ടായതിനെ തുടർന്ന് ഒളരിയിലെ മദർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. പുതുക്കാട് തെങ്ങ് മുറിക്കുന്നതിനിടയിലുണ്ടായ അപകടത്തിൽ മരം മുറിക്കാരൻ മരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് കൊടിയൻ വീട്ടിൽ ഔസേപ്പിന്റെ മകൻ 64 വയസ്സുള്ള വിൽസണാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെ വടക്കേത്തുറവിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു അപകടം. കേടുവന്ന തെങ്ങ് മുറിക്കുന്നതിനിടയിലാണ് അപകടം. തെങ്ങിൽ നിന്ന് തൊട്ടടുത്ത മാവിലേക്ക് കയർ കെട്ടി നിർത്തുന്നതിനിടെ മാവിന്റെ ചില്ല അടർന്നതോടെ തെങ്ങ് ദിശ മാറി മറിഞ്ഞു വീഴുകയായിരുന്നു. സമീപത്ത് മാറി നിന്ന വിൽസന്റെ ദേഹത്തേക്കാണ് തെങ്ങ് വീണത്. ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ നടന്ന 64ാമത് സായിബാബ മിസ്റ്റർ ഇന്ത്യ പുരുഷ വനിത ബോഡി ബിൽഡിംഗ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 100 കിലോയ്ക്ക് മുകളിലുള്ളവരുടെ മത്സരത്തിൽ 1ാം സ്ഥാനം നിതിൻ ബാബു നേടി. തൃശൂർ ഇന്ത്യൻ എയർഫോഴ്സിൽ ജൂനിയർ വാറന്റ് ഓഫീസറാണ്. ഇടിമിന്നലേറ്റ് ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ച് വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ദേശമംഗലം സെന്ററിൽ സ്കൂളിന് സമീപം താമസിക്കുന്ന വട്ടപ്പറമ്പിൽ സതീശന്റെ വീട്ടിലാണ് ഇടിമിന്നലിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി പെയ്ത മഴയിൽ ഇടിമിന്നലിൽ അടുക്കള ഭാഗത്തേക്ക് തീഗോളം പോലത്തെ എന്തോ വരികയും ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയുമായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീട്ടുകാർക്ക് കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സതീശന്റെ മകൾ അനശ്വര ധരിച്ചിരുന്ന വസ്ത്രത്തിൽ തീപിടിക്കുകയും വലതുകാലിലെ തുടഭാഗത്ത് പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വീട്ടിലെ ഇലക്ട്രിക് സ്വിച്ച് ബോർഡുകൾ പൊട്ടിത്തെറിച്ച് ചുമരുകളെല്ലാം പാടെ തകർന്ന നിലയിലാണ്. വീട്ടിൽ ഇലക്ട്രിക് സപ്ലൈ സംവിധാനം മുഴുവനായും തകരാറായിരുന്നു. സംഭവ സമയം സതീശന്റെ അമ്മ ജാനകി, ഭാര്യ സുബിത, മകൾ അനശ്വര എന്നിവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആശേരി പണിക്കാരനായ സതീശൻ ജോലി ആവശ്യാർത്ഥം കൊല്ലത്തും മകൻ അക്ഷയ് പഠനാവശ്യാർത്ഥം എറണാകുളത്തുമായിരുന്നു. വിവരമറിഞ്ഞ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി പുഷ്പജ വീട് സന്ദർശിക്കുകയും സഹായം ഉറപ്പു നൽകുകയും ചെയ്തു. അറബിക് പൂജയുടെ മറവിൽ യുവതിയെ മയക്കി പീഡിപ്പിച്ചയാൾ അറസ്റ്റിൽ. ഒറ്റപ്പാലം SRK നഗറിൽ പാലക്കപ്പറമ്പിൽ 45 വയസ്സുള്ള യൂസഫ് അലിയെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്രിപ്പാല ഗവൺമെന്റ് സ്കൂളിനടുത്ത് താമസിക്കുന്ന യൂസഫ് അലി പഴുവിലാണ് സ്ഥാപനം നടത്തുന്നത്. ഇവിടെ ദോഷമകറ്റാനുള്ള പൂജയ്ക്കെത്തിയ തൃശൂർ സ്വദേശിനിയാണ് പീഡനത്തിനിരയാക്കിയത്. ദോഷം മാറുമെന്ന് ധരിപ്പിച്ച് എന്തോ പൊടി യുവതിക്ക് മണപ്പിക്കാൻ കൊടുത്തു. ഇതോടെ യുവതി മയക്കത്തിലായി. ഈ തക്കത്തിന് ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു അത്രേ. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അറബിക് പൂജ നടത്താൻ നിരവധി പേരാണ് സ്ഥാപനത്തിൽ ദിവസവും വന്നിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട മൂർക്കനാട് അമ്പല ഉത്സവത്തിന് രാത്രി 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർ കുത്തേറ്റു കൊല്ലപ്പെട്ട കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. ചെമ്മണ്ട സ്വദേശി പടയാറ്റിൽ ഡിബിൻ, പൊറത്തിശ്ശേരി സ്വദേശി താറാട്ടിൽ അഭിഷേക് എന്നിവരെയാണ്
തൃശൂർ റൂറൽ SP നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSP MC കുഞ്ഞുമൊയ്തീൻകുട്ടി, ഇൻസ്പെക്ടർ മനോജ് ഗോപി എന്നിവരുടെ സംഘം പിടികൂടിയത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 17 വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇവരെ പിടികൂടിയത്. ഇവരെ റിമാൻഡ് ചെയ്തു. ക്ഷേത്രോത്സവത്തിന് സംഘടിച്ചെത്തിയ ഗുണ്ടാസംഘങ്ങൾ ചേരിതിരിഞ്ഞ് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും ഉടൻ തന്നെ പിടികൂടുമെന്ന് DYSP അറിയിച്ചു. ഇരിങ്ങാലക്കുട SI M അജാസുദ്ദീൻ, KR സുധാകരൻ, ASI KP രാജു, സീനിയർ CPO KV ഉമേഷ്, ES ജീവൻ, വഹദ്, MR രഞ്ജിത്ത്, CPOമാരായ KS ഉമേഷ്, ഷിജിൻനാഥ് മുരളീകൃഷ്ണ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഊരകം വിളങ്ങോട് തയ്യിൽ വേലായുധൻ മകൻ കേശവൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിൽ നിന്ന് കരാർ കമ്പനി പിൻവാങ്ങി. ചേർപ്പ് പടിഞ്ഞാറെ പെരുമ്പിളിശ്ശേരി രാമപുരം ശ്രീരാം മഹാവിഷ്ണു ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം 22, 23, 24 തീയതികളിൽ ആഘോഷിക്കും. പാലപ്പിള്ളി കൊണ്ടായി ചൊക്കന പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടു. 1 മാസത്തിനിടെ 2ാം തവണയാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. പെരിഞ്ചേരി തിരുഹൃദയം തീർത്ഥാടന കേന്ദ്രത്തിലെ ചെറുശ്ശേരി കപ്പോളയിലെ പരിശുദ്ധ കന്യകാമാതാവിന്റെ വണക്കമാസ തിരുനാളിന് കൊടിയേറി. 19ാം തീയതിയാണ് തിരുനാൾ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.